ഇന്ത്യയുടെ പേസ് ആക്രമണത്തിൽ ഇംഗ്ലണ്ട് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രണ്ടാം ദിനം ഓവലിൽ കാണാനായി സാധിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 224-നെതിരെ ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ 247-ൽ ടീം ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ വലിയൊരു ലീഡിലേക്ക് ഇംഗ്ലണ്ട് പോകുമെന്നുള്ള സാഹചര്യത്തിൽ നിന്നും വെറും 23 റൺസിന്റെ ലീഡ് മാത്രമാണ് ടീം ഇന്ത്യ വഴങ്ങിയത്. പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും ഇംഗ്ലണ്ടിനെ ചാരമാക്കുന്ന ബോളിംഗ് പ്രകടനവുമായി രംഗത്തെത്തിയപ്പോൾ ഇന്ന് രണ്ടാം ദിനത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് ടീം ഇന്ത്യക്ക് വേണ്ടി പൊരുതാവുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ഇംഗ്ലണ്ടിന്റെ പേസ് ആക്രമണത്തിന് മുൻപിൽ ഒരിക്കൽ കൂടി കീഴടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് രാവിലെയും കണ്ടത്. അധികം റൺസ് ഉയർത്താനാവാതെ ടീം ഇന്ത്യ 224-ൽ ഇന്ന് ഓൾ ഔട്ട് ആയപ്പോൾ 57 റൺസ് നേടിയ കരുൺ നായരാണ് ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയത്. 26 റൺസ് നേടി സുന്ദറിന്റെ പ്രകടനവും ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായി മാറിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് ഇംഗ്ലണ്ട് നേടിയെടുത്തത്. 92 റൺസിന്റെ ഒന്നാം വിക്കറ്റ് പാർട്ണർഷിപ്പിന് ശേഷം ബെൻ ഡക്കറ്റിനെ ആകാശ് ദീപാണ് മടക്കിയത്. ശേഷം സാക്രൌളിയെയും ഒലി പോപ്പിനെയും യഥാക്രമം പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും മടക്കിയപ്പോൾ ടീം ഇന്ത്യ ശക്തമായ മത്സരത്തിലേക്ക് തിരികെ വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ വലിയൊരു ലീഡിലേക്ക് തന്നെ ഇംഗ്ലണ്ട് പോകുമെന്നുള്ള സാഹചര്യത്തിൽ നിന്നും ക്രീസിൽ അപകടകാരികളായ ജോ റൂട്ടിന്റെയും ഹാരി ബ്രൂക്കിന്റെയും വിക്കറ്റുകൾ മുഹമ്മദ് സിറാജ് നേടുകയായിരുന്നു. ശേഷം വന്ന സ്മിത്തിനെയും ഓവർട്ടണിന്റെയും അറ്റ്കിൻസിനെയും പ്രസിദ്ധ് കൃഷ്ണ ക്രീസിൽ നിലയുറപ്പിക്കാതെ തിരിച്ചു മടക്കിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 247-ലാണ് അവസാനിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും ആവേശകരമായ മത്സരം കാണാനായി സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും മൂന്നാം ദിനം തീപാർന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.